വികസിത ഹരിയാനയ്ക്കായി വിഷൻ 2047 പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് നായബ് സിംഗ് സൈനി സർക്കാർ. പദ്ധതികളുടെ വിശകലനത്തിനും ആസൂത്രണത്തിനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ രൂപീകരിച്ചു. നൈപുണ്യ വികസനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്റ്റാർട്ടപ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വികസന പദ്ധതികൾ. देश सेवा का हमारा मंत्र रहा है, सबका साथ सबका विकास. हम देश के लिए उस विचार को लेकर के चलते हैं जिसका समर्पित भाव है सबका साथ सबका विकास. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രമാണ് ഹരിയാനയുടെയും വികസന മന്ത്രം. 2047 വികസിതമാകാൻ കുതിക്കുന്ന ഭാരതത്തോടൊപ്പം കുതിക്കുകയാണ് ഹരിയാനയും. മിഷൻ ഹരിയാന 2047 ലക്ഷ്യമിടുന്നത് $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയും 50 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളും. വളർച്ചാ വൈവിധ്യവൽക്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ദീർഘകാല തന്ത്രങ്ങളും പദ്ധതികളും രൂപീകരിക്കാൻ ഭാവി വകുപ്പ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ സൈനി സർക്കാർ രൂപീകരിച്ചു. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വകുപ്പിന്റെ പ്രവർത്തനം. 6 പ്രധാന മേഖലകളിൽ ഊന്നൽ നൽകിയാണ് വികസനത്തിലേക്ക് സൈനിയുടെ ഹരിയാന കുതിക്കുന്നത്. നിർമ്മിത ബുദ്ധിയെ പ്രോത്സാഹിപ്പിക്കാനും AI-യിൽ അധിഷ്ഠിതമായ വളർച്ചയ്ക്കുമായാണ് ഹരിയാന AI മിഷൻ രൂപീകരിച്ചത്. ലോകബാങ്കിന്റെ കൂടി സഹായത്തോടെയാണ് AI മിഷന്റെ പ്രവർത്തനം. ഗുരുഗ്രാമിലെയും പഞ്ച്കുലയിലെയും 50,000-ലധികം യുവാക്കൾക്കും പ്രൊഫഷണലുകൾക്കും പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ വികസന അവസരങ്ങൾ ഉറപ്പാക്കുകയാണ് ഭാവി വകുപ്പ്. ദീർഘകാല പദ്ധതികൾ, സാങ്കേതിക രംഗത്തെ കുതിപ്പ്, സംയോജിത നയരൂപീകരണം എന്നിവ ഉറപ്പാക്കും. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹരിയാന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, വ്യവസായ സൗഹൃദ സംസ്ഥാനം, സ്റ്റാർട്ടപ്പുകളെ 2 കൈയും നീട്ടിയാണ് ഹരിയാന സ്വീകരിക്കുന്നത്. യുവാക്കൾക്ക് ഇന്റേൺഷിപ്പുകൾ, മെന്റർഷിപ്പ്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. സ്റ്റാർട്ടപ്പുകളിലൂടെ ഹരിയാനയെ സംരംഭകത്വ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഇതിലൂടെ 2000 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവി വെല്ലുവിളികളും അവസരങ്ങളും തിരിച്ചറിയുക എന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചറിന്റെ ഉദ്യമം. ഭരണപ്രക്രിയകളുടെ ഡിജിറ്റൽ പരിവർത്തനം ഉൾപ്പെടെയുള്ള ഭരണ നവീകരണ സംരംഭങ്ങളും ഭാവി വകുപ്പിൽ നിക്ഷിപ്തമായിരിക്കും. ഭാവിയിലേക്കുള്ള നയങ്ങളും സംരംഭങ്ങളും നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫ്യൂച്ചർ മറ്റു സർക്കാർ വകുപ്പുകളുമായി യോജിച്ച് പ്രവർത്തിക്കും. നൈപുണ്യ വികസനത്തിന് പ്രത്യേക ശ്രദ്ധയും സൈനി സർക്കാർ നൽകി വരുന്നു. തൊഴിലാളികളെ മികച്ച രീതിയിൽ സജ്ജരാക്കാൻ ഒരു സംയോജിത നൈപുണ്യ കേന്ദ്രം വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹരിയാന. കഴിഞ്ഞ വർഷമാണ് മിഷൻ ഹരിയാന 2047 എന്ന പേരിൽ ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആരംഭിച്ചത്. PM ഗതി ശക്തി ഇനിഷ്യേറ്റീവിന് കീഴിലെ ലീഡ്സ് സർവേയിൽ 2022 മുതൽ 2024 വരെ തുടർച്ചയായ 3 വർഷവും ഹരിയാനയായിരുന്നു അച്ചീവർ. ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ, സേവനങ്ങൾ, മാനവ വിഭവശേഷി എന്നിവ വിലയിരുത്തുന്ന പട്ടികയാണ് ലീഡ്സ്. കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയമാണ് ഇത് പുറത്തിറക്കുന്നത്. വ്യവസായങ്ങളുടെ വിവിധ പ്രക്രിയകൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സെൽ സ്ഥാപിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിശ്വസനീയവും സുതാര്യവും കാര്യക്ഷമവുമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ജൻ വിശ്വാസ് ബില്ലും തയ്യാറാകുന്നു. ഈ ബിൽ നിയമമാകുന്നതോടെ ചെറിയ കുറ്റകൃത്യങ്ങൾ ക്രിമിനലൈസ് ചെയ്യുന്നതിനെ തടയാനാകും. പൊതുജന പങ്കാളിത്തത്തോടെ സംസ്ഥാനത്തെ വികസിതമാക്കുക എന്നതിനാണ് സൈനി സർക്കാർ ശ്രമിക്കുന്നത്. വികസിത ഹരിയാനയ്ക്കായുള്ള നിർദ്ദേശങ്ങൾ, ആശയങ്ങൾ എന്നിവ പങ്കുവയ്ക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് സർക്കാർ. ഇതിനായി നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ ഒരു പോർട്ടൽ വികസിപ്പിച്ചു കഴിഞ്ഞു. പൗരന്മാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകിയുള്ള വികസനമാണ് സൈനി സർക്കാരിൻ്റേത്. കാർഷിക ഉൽപാദനത്തിലെ പുരോഗതിയും വെല്ലുവിളികളും, MSMEകളുടെ വളർച്ച, സംസ്ഥാനത്തെ ഉൽപാദന സേവന മേഖലകളുടെ മെച്ചപ്പെടുത്തൽ എന്നിവയും സർക്കാരിന്റെ ചർച്ചകളിൽ സജീവമാണ്. സാമ്പത്തിക വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് പരിഹാരം നിർദ്ദേശിക്കുകയും അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് ഭാവി വകുപ്പാകും. മറ്റു വകുപ്പുകൾക്ക് നയപരമായ നിർദ്ദേശങ്ങൾ നൽകാനും ഭാവി വകുപ്പിനാകും. സാങ്കേതിക പുരോഗതിയിലൂടെയും
യുവജന ശാക്തീകരണത്തിലൂടെയും വികസിത നാളെ വാർത്തെടുക്കുകയാണ് ഹരിയാനയിൽ സൈനി സർക്കാർ. വ്യവസായത്തിനും ബിസിനസിനും അനുകൂല അന്തരീക്ഷമൊരുക്കി ഹരിയാന നിരവധി ആഭ്യന്തര അന്തർദേശീയ നിക്ഷേപകരെ ആകർഷിക്കുന്നു. സ്വാശ്രയത്വം, ശാക്തീകരണം, സാമ്പത്തിക പുരോഗതി എന്നിവ ഉറപ്പാക്കി മുന്നേറുകയാണ് സൈനിയുടെ ഹരിയാന.